ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അനുഭവാവസാനത്താത് ബ്രഹ്മവിജ്ഞാനസ്യ, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ബ്രഹ്മവിജ്ഞാനം എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപസംഹാരവേള. അതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ ആ ആനുഭവികമായ തലത്തിൽ നിന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ന്യൂനതകൾ പ്രകടമാണ്. ഏത് ശാസ്ത്രമായാലും ആ ഒരു പോയിന്റിലാണ്, ആ ഒരു ലാസ്റ്റ് ഇതിൽ എന്താ ഉപസംഹാര വേളയിലാണ്. അപ്പൊ എന്തായിരിക്കും ഉപസംഹാരം? മനുഷ്യ ജന്മ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ പ്രാപിച്ചവരുടെ വാക്കുകൾ അവർ വന്ന വഴിയെ കുറിച്ച് ബോധിപ്പിക്കുന്നതാണ്. ആ അനുഭവത്തിന്റെ ദൃഢതയിൽ നിന്ന് ഉപനിഷത്തിന്റെ ഭാഷയിൽ അവർ പറയുമ്പോൾ അത് തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യാസ്യ ബാഹ്യത എന്നൊക്കെ അവർ പറയുന്നു. അത് ദൂരെയുമാണ്, അതേസമയം അടുത്താണ്, അകത്താണ്, പുറത്താണ് എന്നൊക്കെ പറയുന്നു. അത് അവിടെ പറയുന്നതിന്റെ കാരണം ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ വാക്കുകൾ ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം. അനുഭവികമായ തലത്തെ ഗുരുമുഖത്ത് നിന്ന് ഭാവം കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് സാമ്പ്രദായികമായി ശ്രോത്രിയവും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിച്ച് അങ്ങനെയുള്ള ഗുരുനാഥനിൽ നിന്ന് ഈ അനുഭവത്തിൽ അവസാനിക്കുന്ന ബ്രഹ്മവിജ്ഞാനത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നു. അല്ലാതെ പുസ്തകം പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് വന്നു. അത് വാക്ക് കേട്ടാൽ പോരെന്ന് ചോദിച്ചാൽ വാക്കുകൊണ്ട് കാര്യമില്ല. കാരണം ശ്രുതം, അതായത് ചെവിയുടെ ചെവി അല്ലെ, യാതൊന്നിനെ കൊണ്ടാണോ ചെവി കേൾക്കുന്നത് അതിനെ കാണാൻ ആർക്ക് കഴിയില്ല? ചെവിക്ക് കഴിയില്ല. ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാരൊക്കെ ഇവിടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. ഞാൻ ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാർക്ക് നിലനിൽപ്പില്ല എന്ന ഉപനിഷത്ത് വാക്യത്തെ ഒക്കെ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാൻ ഉള്ളത് കൊണ്ടാണ് ദേവന്മാർക്ക് നിൽക്കാൻ കഴിയുന്നത് അല്ലേ? ദേവന്മാരില്ലെങ്കിലോ, ദേവന്മാരുടെ അനുഗ്രഹം ഇല്ലെങ്കിലോ എനിക്ക് ഇരിക്കാനും വയ്യ. അപ്പൊ അങ്ങനെയുള്ള ആ ഞാൻ, ആ ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി എന്ന തലം, ആ തലത്തെ ബോധിച്ച ഒരാളുടെ ആനുഭവികമായ തലത്തെന്ന് പറയുന്നത് അനുഭവ അവസാനത്താത് ബ്രഹ്മവിജ്ഞാനസ്യ എന്നാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ ജ്ഞാനദൃഷ്ടിയുള്ളവൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നു. സദാ സർവഗതോപ്യാത്മാ സർവത്രാവഭാസതേ. വീണ്ടും വീണ്ടും പറയുക, സർവത്ര എല്ലായിടത്തും അയാൾ ഒന്ന് തന്നെ കാണുന്നു. ആ പ്രകാശിക്കുന്ന അതിനെ തന്നെ സദാ എല്ലായ്പ്പോഴും കാണുന്നു എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഒരു ഈ ദേശകാല, ദിക്ക് ദേശം കാലം ഇവയെ ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് അതീതനായിട്ടല്ല സർവത്ര വ്യാപിച്ചിരിക്കുന്നതും ശീതം ഉഷ്ണം മുതലായ ദ്വന്ദ്വങ്ങളെ, ശീതോഷ്ണ സമദുഃഖേഷു, സുഖം ദുഃഖം മാനം അപമാനം നിന്ദ സ്തുതി ചൂട് തണുപ്പ് തുടങ്ങിയവയെല്ലാം ഈ സർവദ്വന്ദ്വങ്ങളെയും ഇല്ലാതാക്കുന്നതും ഏതാണ് ഇല്ലാതാക്കുന്നത്? സ്വാനുഭവം, ആ ബ്രഹ്മവിജ്ഞാനം. അങ്ങനെ നിത്യ ആനന്ദ സ്വരൂപനും, അയാൾ ആരാണ്? നിത്യ ആനന്ദ സ്വരൂപനാണ്. എപ്പോഴെങ്കിലും ആനന്ദം നമുക്കൊക്കെ ഉണ്ടാവും, അതല്ല, നിത്യാനന്ദ സ്വരൂപനും പാപലേശമില്ലാത്തവനും. അയാളെ പാപം പറ്റുന്നില്ല. സർവപാപങ്ങളും എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന്റെ ഈ കലുഷിതമായ ഭാവത്തെയാണ് ശാസ്ത്രകാരന്മാര് പാപം എന്ന് പറഞ്ഞത്. കലങ്ങി മറിഞ്ഞ അവസ്ഥ.
അപ്പൊ പാപം എന്ന് പറയും, പാപത്തെ കഴുകി കളയാന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്താണ്? അന്ധകരണത്തിന്റെ ആ കലങ്ങി മറിഞ്ഞ അതിന്റെ ഭാവങ്ങളെ നമ്മൾ ടെൻഷൻ എന്നും പറയുന്നത്, ചെറിയ തോതിലൊക്കെ അല്ലെ. അത് കൂടി ഏതുവരെ എത്താന്ന് പറയാൻ വയ്യ. അപ്പൊ ഈ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കലുഷിതമായ ഒരു അന്ധകരണത്തിന്റെ ഭാവം. അപ്പൊ അന്ധകരണത്തിന്റെ ആ മലീമസമായ ഭാവത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത് ഏതോ അതൊക്കെ ഏതാണ്? പുണ്യമാണ് എന്ന് പറയാം. ഈ പുണ്യതീർത്ഥങ്ങളിലേക്കുള്ള യാത്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ നമുക്ക് വഴി പറഞ്ഞു തരാണ്. ഈ അനുഭവ അവസാനത്താത് ബ്രഹ്മവിജ്ഞാനസ്യ എന്നുള്ള സ്വാനുഭവത്തിൽ നിന്ന് ഇതിലേക്ക് എത്തിച്ചേരാൻ എന്താണ് വഴി എന്ന് ആ സ്വാനുഭവത്തിൽ നിന്ന് നിൽക്കുന്ന ആചാര്യൻ നമ്മെ ബോധിപ്പിക്കുക. അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപസംഹരിക്കുന്നത്. അതാണ് വലിയ രസം. എന്താണ് മുക്തി? മുക്തി എന്ന് പറഞ്ഞാൽ കാലദേശ വ്യക്തി അതീതമാണ്. മരിച്ചു പോയിട്ട് കിട്ടേണ്ടതല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ, ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായവൻ മരിച്ചാലും മുക്തൻ തന്നെയാണ്. മരിച്ചിട്ട് കിട്ടുന്ന മുക്തിയല്ല. എന്നിട്ട് പറയുകയാണ് ഇത് തീർത്ഥാടനം കൊണ്ടൊക്കെ നേടേണ്ടതാണ്. ഏത് തീർത്ഥാടനം കൊണ്ട്? ഇവിടെ പറയുന്നത് കാശി, പ്രയാഗ, ഗയ തുടങ്ങിയ തീർത്ഥങ്ങളിലേക്കുള്ള ആടനം, നൃത്തം, ഇതിങ്ങനെ നിൽക്കാതെയുള്ള യാത്ര, അതൊക്കെ തീർത്ഥയാത്രയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ തീർത്ഥസ്ഥലങ്ങളൊക്കെ തീർത്ഥസ്ഥലങ്ങളായി മാറാൻ കാരണം ഏതെങ്കിലും മഹാത്മാവിൻ്റെ കർമ്മത്തെയോ ആ മഹാത്മാക്കളുടെ സ്മരണയാലോ നിമിത്തമാണ്. ഏതെങ്കിലും മഹാത്മാക്കളുടെ ജീവിതമോ അവരുടെ സ്മരണയോ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളിൽ നിന്നുണ്ടാവുന്ന കർമ്മസ്മരണ, അവർ തപസ് ചെയ്ത അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത അതുകൊണ്ടാണ് ആ തീർത്ഥസ്ഥാനങ്ങളായി നിലകൊള്ളുന്നത്. ചെല്ലുന്നവർക്ക് ഗുണമില്ല എന്ന് ഇവിടെ പറയുന്നില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയണത് സാമാന്യ ജനങ്ങള് ഒരു തീർത്ഥയാത്ര ചെയ്താൽ ആ തീർത്ഥയാത്ര കൊണ്ട് ഗുണമുണ്ട്. എന്താ ഗുണം എന്ന് വെച്ചാല് പാപവാസനകള് അതുവരെ ഉള്ളത് ചിലപ്പോ ഇല്ലാതായേക്കാം. പക്ഷേ എന്നേക്കുമായി പാപം ചെയ്യാനുള്ള വാസന ക്ഷയം അതിൽ സാധിക്കുന്നില്ല. താൽക്കാലികമായി തീർത്ഥാടനം ചെയ്തു, അതുകൊണ്ട് അതുവരെ ചെയ്ത പാപത്തെ ഞാൻ കഴുകിക്കളഞ്ഞു എന്നുള്ള ഒരു ആനന്ദം അയാൾക്കുണ്ടാവുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനും വേണം സമയവും നേരവും മുഹൂർത്തവും നോക്കി തീർത്ഥസ്നാനം ചെയ്യണം. വെറുതെ പോയി കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അവിടെ സമയം നോക്കണം. ഇന്ന സമയത്ത് ജ്യോത്സ്യനെ കണ്ടുവരും. എന്നിട്ട് കണ്ടിട്ട് എപ്പോഴാണ് ഞാൻ തീർത്ഥസ്നാനം ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താൽ എത്ര പ്രാവശ്യം മുങ്ങണം, എവിടെ മുങ്ങണം, എങ്ങോട്ട് തിരിയണം എന്നൊക്കെ ചില വിധിവിധാനങ്ങളുണ്ട്. എന്നാൽ ശരിക്കായി എന്ന് പറയാൻ പറ്റും. അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമൊന്നുമില്ല. കച്ചവട മനസ്സിൽ എന്നാല് നമ്മുടെ ഉദ്ദേശശുദ്ധി നേരെയായാൽ എന്ത് കച്ചവടമായാൽ നമുക്കെന്ത് വേണം? അല്ല, അവിടെ എത്തിയവർക്ക് ഇത് പഠിക്കണ്ടല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ പറയാൻ പോണത്. കാരണം എന്താ വെച്ചാല് അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ അരി വെക്കുന്നതും കാശി പോണതും തുല്യമാണെന്ന് പറയാൻ പോണേയുള്ളൂ. അല്ലാത്തവരൊക്കെ തീർത്ഥയാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഒരിക്കലും പാപം ചെയ്യാനുള്ള വാസന എന്നിൽ നിന്ന് ഉണ്ടാവരുതേ, എന്നേക്കുമായി പാപവാസനകളെ കഴുകിക്കളയുന്ന തീർത്ഥം ഏതാണ്? അനുഭവ അവസാനത്താൽ ബ്രഹ്മവിജ്ഞാനസ്യ എന്നുള്ള ബ്രഹ്മവിജ്ഞാനിയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ കേട്ട് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ആ സ്വാനുഭാവം കരസ്ഥമാക്കി കഴിഞ്ഞാൽ, അതിൽ കുളിച്ചു കഴിഞ്ഞാൽ അതിലും വലിയൊരു തീർത്ഥമില്ല. ആത്മതീർത്ഥത്തിൽ കുളിച്ചാൽ മറ്റേനൊക്കെ പരിധിയുണ്ട്. അത് പറയാനാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ തീർത്ഥസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചോദിക്കാനല്ല. ഇവിടെ ഈ പ്രകടനത്തിൽ നമ്മൾ എടുത്താൽ മതി. ഏത് തീർത്ഥസ്ഥാനത്തെ ഇവിടെ കുറ്റം പറയല്ല ചെയ്യുന്നത്. ആ തീർത്ഥസ്ഥാനം കൊണ്ട് ഈ ഒരു ബോധമുള്ള ഒരാൾക്ക് കാലക്രമേണ അയാൾക്ക് തീർത്ഥമാകാം. അല്ലാതെ നിന്ദിക്കല്ല ചെയ്യുന്നത്.
ഇവിടെ ക്ഷേത്രങ്ങളെയോ തീർത്ഥങ്ങളെയോ നിന്ദിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? അവരൊക്കെ തീർത്ഥമാവാൻ കാരണം ആത്മാനുസന്ധാനത്തിനുള്ള വഴിയൊരുക്കുന്നത് കൊണ്ടാണ്. വാസനകളെ കഴുകിക്കളയാൻ കഴിയുന്നത്, താൽക്കാലികമായ വാസനകളെ കഴുകിക്കളയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ തീർത്ഥസ്ഥാനങ്ങളെല്ലാം മഹനീയം തന്നെയാണ്. പക്ഷേ അതിൽ കവിഞ്ഞുള്ള തീർത്ഥസ്നാനമാണേത്? എന്നേക്കുമായി തൻ്റെ ദുഷ്ടമായ വാസനകളെ, മനുഷ്യജന്മത്തിന് തടസ്സമായിരിക്കുന്ന, ഒന്നുകൂടി ഇവിടെ പറയുക, ഇത് അവസാനിപ്പിക്കുക ഇവിടെ ഈ ഭാഗം. ഏതാണത്? പുരുഷാർത്ഥം. പുരുഷാർത്ഥം എന്തിനാണ്? പുരുഷനാൽ അപ്യതേ ഇതി പുരുഷാർത്ഥം. പുരുഷനാൽ, പുരിയിൽ ശയിക്കുന്നവനാൽ, അഥവാ പൂർണ്ണനാൽ എന്നൊക്കെ പുരി ശബ്ദത്തിന് അർത്ഥം പറയാം. പുരി എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ എന്നാണ് വാസ്തവത്തിൽ അർത്ഥം. അപ്പോൾ പൂർണ്ണതയെ പ്രാപിക്കാനായി കൊണ്ടുള്ള ഉപാധിയെ ലഭിച്ചിട്ടും, ആ ഉപാധിയെ ലഭിച്ചിട്ടും അത് ലഭിക്കാതെ പോകുന്ന ആളെ ഉപനിഷത്ത് വിളിക്കുന്നു കൃപണഹ. അവൻ കൃപണനാണ്, നിസ്സാരനാണ്. മഹതീ വിനഷ്ടി എന്ന ശബ്ദങ്ങളെ കൊണ്ടൊക്കെ അത് മഹത്തായ നഷ്ടക്കച്ചവടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ, ഏതൊന്ന് ലഭിച്ചാലാണോ പരം ലാഭമായി തീരുന്നത്, അത് തൻ്റെ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നതോടുകൂടിയാണ്. മനുഷ്യജന്മം കിട്ടിയതിൻ്റെ മഹത്വത്തെ പ്രാപിക്കാൻ വേണ്ടി ആണ് ഏത്? സർവ്വ തീർത്ഥയാത്രകളും. ഉള്ളു തീർത്ഥമാവാനുള്ളതാണ്. ഉള്ളു താൽക്കാലികമായി തീർത്ഥമായാലും പിന്നെയും ഈ കുശുമ്പും വാശി അസൂയയാകുന്ന എല്ലാ വാസനകളും മനുഷ്യത്വത്തിൽ നിന്ന് നമ്മെ എത്രയോ താഴോട്ട് കൊണ്ടുപോകുന്ന, ഇല്ലേ? തീർത്ഥസ്നാനം ചെയ്തവരെല്ലാവരും വളരെ തീർത്ഥസ്നാനം വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായി തീരും? ചിലപ്പോൾ കുറച്ചുകൂടി കുശുമ്പും വാശി അസൂയൊക്കെ കൂടി വരും. ഞാൻ ചെയ്തല്ലോ എന്നുള്ളത് അതുമായി ഇങ്ങനെയൊക്കെ ആവാം. അതുകൊണ്ട് എല്ലാവരും എന്താണ് ഈ സ്വാനുഭാവത്തിൽ നിന്ന് സ്വാവസ്ഥ പ്രച്യുതിയെ പ്രാപിക്കാൻ കാരണം? സ്വന്തം അവസ്ഥയിൽ നിന്ന് പ്രകൃതേണ ച്യുതി സംഭവിക്കാൻ എന്താണ് കാരണം? ഇതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ടാണ് പറയുന്നത് സ്വാത്മാനുസന്ധാനം, ആ സ്വന്തം ആത്മാനുസന്ധാനത്തിന്റെ കുറവ് കൊണ്ടാണ് ഇത് തീർത്ഥയാത്രകൾ സഫലമാവാത്തത്. എന്നിട്ട് പറയാണ് ഈ ജന്മസാഫല്യം എന്നുള്ളത് ഇതിലാണ്. എന്താ ജന്മസാഫല്യം? ഒരാൾ സന്യാസം സ്വീകരിച്ചു, ജന്മസാഫല്യമാണെന്നൊക്കെ ബാഹ്യമായി പറയുമായിരിക്കാം, ഇല്ല. പിന്നെ എന്താണ് ജന്മസാഫല്യം? പുരുഷാർത്ഥ ലബ്ധി, പരമപുരുഷാർത്ഥ പ്രാപ്തി. എന്താണ് അതിന്റെ ഫലം? അവിടെ വിവേകവും വിജ്ഞാനവുമാണ്. സദാ സർവദാ വിവേകത്തോടു കൂടി ഒരാൾ കഴിയുന്നു എങ്കിൽ അയാൾ മുക്തനാണ്. എപ്പോഴും വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക. വിവേകവും അതുപോലെ വികാരവും ഒരിടത്തിരിക്കില്ല. വിവേകം വർദ്ധിക്കുന്നതിനനുസരിച്ച് വികാരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വികാരങ്ങളാണ് സർവ്വദുഃഖത്തിനും കാരണം. അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനജന്യങ്ങളാണ് ഏത്? വികാരങ്ങൾ. വിജ്ഞാനജന്യങ്ങളാണ് ഏത്? വിവേകം. അപ്പൊ വിജ്ഞാനജന്യങ്ങളായ വിവേകവും ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സദാ സർവഥാ, എപ്പോഴും, എന്നും എപ്പോഴും ആരാണോ എപ്പോഴും വിവേകത്തോടുകൂടി വിജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നത് അയാൾ മുക്തൻ തന്നെയാണ്. അയാൾക്ക് ഇനി ഒന്നും നേടാനൊന്നുമില്ല. ഇതാണ് ജന്മസാഫല്യം. അല്ലാതെ ജന്മസാഫല്യത്തിൽ എത്തിയ ഒരാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? അവിടെ വാക്കുകൾ പ്രവർത്തിക്കുന്നില്ലല്ലോ. ദേവന്മാർ പിന്മടങ്ങിയില്ലേ അവിടെ? പിന്നെ എന്ത് പറയാൻ പറ്റും? ലക്ഷണം കൊണ്ട് പറയാം. എന്ത്? അയാൾ സർവദാ എപ്പോഴും വിവേകപൂർവ്വം പ്രവർത്തിക്കുന്ന ആൾ. അയാൾ വികാരങ്ങളില്ല. വികാരങ്ങളാണ് മനുഷ്യനെ എന്താക്കുന്നത്? അവിവേകിയാക്കുന്നത്. അവിവേകത്തിൽ നിന്നാണ് എല്ലാ പ്രവൃത്തി മനുഷ്യത്വത്തിന് വിപരീതമായതൊക്കെ ഉണ്ടാവുന്നത്. മനുഷ്യത്വത്തിന് വിപരീതം എന്നല്ല, അയാൾ ഈശ്വരൻ തന്നെയാണെന്നാണ് പറയാൻ പോണത്. എപ്പോഴും വിവേകമുള്ള ഒരാൾ ഈശ്വരൻ തന്നെയാണ്. കാരണം എപ്പോഴും വികാരങ്ങളില്ലാത്ത തലം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനും താനും വേറെയല്ല. അപ്പൊ എപ്പോഴും വിവേകമുണ്ട്. എപ്പോഴെങ്കിലും വിവേകം നമുക്കൊക്കെ ഉണ്ടാവും, അതല്ല പറഞ്ഞത്. അല്ലേ? ഇടയ്ക്കൊക്കെ വിവേകം നഷ്ടപ്പെടും, അതല്ല പറഞ്ഞത്. എപ്പോഴും സദാ
വിവേകം കൈവഴിയാതെ അതൊരു കെടാവിളക്ക് പോലെ, നിവാതവത് ദീപം പോലെ എന്ന് പറയും. കാറ്റില്ലാത്തിടത്ത ദീപം പോലെ. അനുകൂലമായ സാഹചര്യത്തിൽ വിവേകവും പ്രതികൂലമായ സാഹചര്യത്തിൽ വികാരവും വരും. അത് ഏത് മൂഢനും കഴിയും. കിട്ടില്ലേ? കിട്ടും. പക്ഷെ ഇതല്ല. ഇതേതാണ്? അനുകൂലം വാ പ്രതികൂലം വാ എന്തോ ആവട്ടെ, സർവദ്വന്ദ്വ സഹനം. പറയാൻ എന്ത് എളുപ്പമാണ്. ലോകത്തെ ദ്വന്ദ്വങ്ങൾ സഹിക്കാനുള്ള കഴിവ്, സഹനശക്തി, ഇതിനെ തന്നെയാണ് പല പ്രകരണ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സ്ഥിതിച്ഛാസ ശുഭാമത. സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കാനുള്ള കരുത്ത്. ചിലര് സഹിക്കാറുണ്ട്. എങ്ങനെ സഹിക്കും? പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രതികാരവാഞ്ചയോടുകൂടി സഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ അടങ്ങിയിരിക്കുന്നു, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, ഇപ്പൊ ഞാൻ അത് പഠിക്കല്ലേ, വീട്ടിൽ പോയിട്ട് തിരിച്ചു. അങ്ങനെയല്ല. അപ്പോ ഏത് സാഹചര്യം വരട്ടെ, അപ്രതീകാരപൂർവകം, പ്രതികാരവാഞ്ചയില്ലാതെ. പിന്നെ പറയാണ് എന്താ, എന്നാ ചിലപ്പോ ഈശ്വര വിധി എന്ന് പറഞ്ഞ് വിധിയെ പഴിച്ചും ചിലര് ബലപൂർവകം സഹിച്ചു എന്ന് വരും. അത് മുഖത്ത് പ്രകടമാകും. അയാൾ ആനന്ദം അല്ല ഉണ്ടാവുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, ആരും അല്ല എൻ്റെ ദുഃഖത്തിന് കാരണം, പക്ഷെ എല്ലാം വിധി. ഇങ്ങനെ വിധിയെ പഴിച്ച് കഴിയുന്നവർക്കും ആനന്ദമൊന്നും ഉണ്ടാവില്ല. അവിടെ സ്വാവസ്ഥ പ്രച്യുതി സംഭവിക്കുന്നുണ്ട്. സ്വന്തം അവസ്ഥയ്ക്ക് ച്യുതി സംഭവിക്കുന്നുണ്ട്. നല്ലതുപോലെ മാറ്റം, മുറിവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാവസ്ഥ പ്രച്യുതി ഒന്നും തന്നെ ഏതാണ്? ആത്മാ തത്വ സ്വാനുഭൂതിയിൽ നിന്ന് ഉണ്ടാവുന്നവയല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതൊന്നുമല്ല. പിന്നെന്താ? എപ്പോഴും വിവേകം. അപ്പോ സർവധാവേന, എല്ലാ ഭാവത്തിലും അയാൾ എപ്പോഴും ഈ വിവേകത്തിൽ ഇരിക്കുന്നു. മനുഷ്യന്റെ ഏത് വ്യാപാരവും വിവേകോൽപാദനക്ഷമമാക്കാമെങ്കിൽ, ഏത് പ്രവർത്തനവും വിവേകോൽപാദനക്ഷമമാക്കാമെങ്കിൽ, വളരെ ശ്രദ്ധിക്കണം, അടിവേറെന്താണ്, എങ്കിലാണ് അടുക്കളയിൽ അരി വയ്ക്കുന്നതും കാശിക്ക് പോകുന്നതും തുല്യമാണെന്ന് ഇവിടെ ആചാര്യൻ പറഞ്ഞത്. അല്ലാത്തവരൊക്കെ പോണം. ഏതൊരു പ്രവൃത്തിയും വിവേകപൂർവമാണെങ്കിൽ, വികാരജന്യമല്ലെങ്കിൽ അയാൾക്ക് എവിടെയും പോകാനൊന്നുമില്ല. അയാൾക്ക് ഒരു തീർത്ഥസ്ഥാനങ്ങളിലേക്കും പോണ്ട. പോരാ, അത് എവിടെ നിന്നുണ്ടാവുന്ന വിവേകമായിരിക്കണം? അത് ബ്രഹ്മവിജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന വിവേകമാണ്. അപ്പൊ ബ്രഹ്മവിജ്ഞാനം എന്നുള്ളത് ചിലപ്പോ പഠിച്ചാലും നമുക്കുണ്ടാവാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എപ്പോഴും വിവേകപൂർവ്വം ഇരിക്കുക എന്നുള്ളത്, ഇങ്ങോട്ട് വികാരജന്യങ്ങളായവ ഉണ്ടായാൽ പോലും ലോകം തന്നെ വികാരമാണ്. ആ വികാരത്തിന്റെ ഇടയിൽ കഴിയുമ്പോഴും അതിനെ ബാധിക്കാതെ, അതിനാൽ ഭേദിക്കാതെ ഒരാൾക്ക് നിലകൊള്ളണമെങ്കിൽ അത് അനുകൂലമൊന്നുമല്ല. അങ്ങനെ കഴിഞ്ഞുകൂടാൻ, അങ്ങനെ സർവഥാ വിവേകവും ആത്മജ്ഞാനവുമാണ് ജീവിത ലക്ഷ്യം. അതാണ് പരമപുരുഷാർത്ഥം, അതാണ് മോക്ഷം, അതാണ് മുക്തി എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിക്കുക. എന്താണ് മുക്തി? ഇതാണ് സർവഥാ വിവേകവും ആത്മജ്ഞാനവുമാണ് ജീവിത ലക്ഷ്യം. എന്താ നേടേണ്ടത്? ഇതാണ് ഒരാളുടെ മുറിവില്ലാത്ത, എപ്പോഴും വിവേകപൂർവ്വം, വികാരജന്യങ്ങളായ ഒന്നും തന്നെ ഇല്ലാതെ എപ്പോഴും വിവേകപൂർവമുള്ള പ്രവൃത്തി. അത് സർവ ഇന്ദ്രിയങ്ങളിലും സർവഭാവങ്ങളിലും അത് പ്രകടമാവുകയും ചെയ്യും. അല്ലാതെ ഞാൻ വലിയ വിവേകിയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ വിവേകിയാണെന്ന് പറഞ്ഞില്ലേ അല്ലേ, മറ്റേ ദേഷ്യം പിടിച്ചോന്ന് ചോദിച്ച പോലെ ഒരാൾ മറ്റൊരാൾ ചോദിച്ചാ അങ്ങക്ക് ദേഷ്യം പിടിക്കും, എനിക്ക് ദേഷ്യം പിടിക്കും, അങ്ങക്ക് ദേഷ്യം പിടിക്കില്ലേ, ഒന്നും കൂടിയും ചോദിച്ചു. അങ്ങനെ 10 പ്രാവശ്യം ചോദിച്ചപ്പോഴൊക്കെ എന്തായി? അതുപോലെ അപ്പൊ അങ്ങനെയുള്ളതല്ല. അപ്പൊ വികാരം ഒന്നിനാലും ബാധിക്കപ്പെടാതെ അങ്ങനെയുള്ള ഒരാള് മുക്തനാണ്. അയാൾക്ക് ഇനി മുക്തി വേറെ ലഭിക്കാനൊന്നുമില്ല. എപ്പോഴും വിവേകപൂർവ്വം കഴിയും. അപ്പൊ ഈ ഒരു സ്ഥിതിയാണ് ഒരു മുക്തന്റെ അത് സമ്പാദിച്ചവനാണ് ജന്മസാഫല്യം വന്നവൻ. എന്താ ജന്മസാഫല്യം? കാഷായം എടുത്തതല്ല, തലമുണ്ടനം ചെയ്തതല്ല, പേരും പെരുമയും പ്രശസ്തിയും ഒന്നുമല്ല. പിന്നെന്താണ്?
കുറെ പഠിച്ചു എന്നുള്ളതല്ല, ഒന്നുമല്ല, ഇത് മാത്രമാണ് എന്ത്, ഇതാണ് സമ്പാദ്യം. എന്താ സമ്പാദ്യം? സർവദാ വിവേകവും വിജ്ഞാനവും ചേർന്നുള്ള സ്ഥിതി, എപ്പോഴും വിവേകപൂർവമാണ്. അതുകൊണ്ട് വിവേകമുള്ള ഒരാൾക്ക് എവിടെ ഇരുന്നാലും അയാൾ തീർത്ഥസ്ഥാനമാണത്. അയാളുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് തീർത്ഥമായി. അതെ, അതിൽ ഇരിക്കുന്നിടം തന്നെയാണ് ഇത് വൈകുണ്ഠം. വേറൊരു വൈകുണ്ഠത്തിലേക്ക് പോണ്ട. അതുകൊണ്ട് അല്ലേ, ഏ ഭഗവൻ ഭഗവ്യസ്യാസ്തി ഭഗവൻ അല്ലെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ബാഹ്യതീർത്ഥങ്ങളെയോ അവയുടെ ആരാധനയെയോ നിന്ദിക്കുകയല്ല, മോക്ഷം ആത്മജ്ഞാനജന്യമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ബാഹ്യതീർത്ഥങ്ങളെ നിന്ദിക്കാനല്ല ഇത് പറഞ്ഞത്, പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ്. എന്താ പറയുന്നത്? അതുകൊണ്ട് പറയാണ് മോക്ഷം എന്നുള്ളത് ആത്മജ്ഞാനജന്യമാണ്, അല്ലാതെ വേറൊന്നുകൊണ്ടുണ്ടാവില്ല. ഈ ആത്മജ്ഞാനജന്യത്തിൽ നിന്നുണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ, ജന്യം എന്ന് പറഞ്ഞാൽ ജനിച്ചത് എന്ന് പറയുമ്പോൾ എന്താണത്? അത് സർവഥാ വിവേകമാകുന്ന ഭാവമാണ്. അത് കണ്ടറിയാം. വിവേകമാണ് എപ്പോഴുള്ളത്. വികാരങ്ങളെ അയാളെ തൊട്ട് തീണ്ടുന്നില്ല, അയാളുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. വെളിച്ചത്തിന്റെ മുന്നിൽ രാത്രിഞ്ചരന്മാർക്ക് നിൽക്കക്കള്ളിയില്ല. രാത്രിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാറ്റ കീടങ്ങൾക്ക് വെളിച്ചത്തെ ആശ്രയിച്ച് വെളിച്ചത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. വെളിച്ചം വരുന്നതോടുകൂടി എന്തായി? രാത്രിഞ്ചരന്മാര്, രാത്രിയെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ പോയി. ഇനി കുറേശ്ശെ നീക്കേണ്ടതൊന്നുമില്ല. അതെ, രാത്രിയിൽ എന്ന് പറയുന്നത് അജ്ഞാനത്തെ ആശ്രയിച്ച് കഴിയുന്ന സർവ കുശുമ്പും വാശിയും അസൂയയും എന്ന് വേണ്ട വികാരജന്യങ്ങളായ എല്ലാം ഏതായി? ശരിക്കും പ്രകാശം വന്നതോടുകൂടി പോയി. ഏത് പ്രകാശം? ഇവിടെ അരണ്ട വെളിച്ചമല്ല. ഏതാണ്? സൂര്യപ്രകാശം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരിച്ചു മുമ്പ്. ഏത്? സ്വർണം പോലെ. എന്തിനാ സ്വർണത്തെ ഉദാഹരിച്ചത്? സ്വർണവും ചളി പറ്റിക്കിടക്കുമ്പോൾ അതിൽ ചളിയുണ്ട്, പക്ഷെ ആ ചളി സ്വർണത്തിൽ അത് പറ്റിയിട്ടില്ല. എന്നാലും സ്വർണത്തെ ചളി പറ്റി എന്ന് പറയുന്നത് പോലെ സ്വാവസ്ഥാ പ്രച്യുതിയിൽ നിന്നുണ്ടാവുന്ന അനുഭവത്തിൽ നിന്ന് അനുഭവത്തെ അറിയാതെ ആയിത്തീരുന്നത് കൊണ്ടാണ്. അതിനെ നീക്കം ചെയ്യാനുള്ളതാണ് തീർത്ഥയാത്രകളെല്ലാം. അതുകൊണ്ട് തീർത്ഥയാത്ര എന്നുള്ളത് ഏതാണ്? സ്വാത്മ തീർത്ഥമാണ്. എന്താണ് ആ തീർത്ഥത്തിന്റെ പേര്? സ്വാത്മതീർത്ഥം. ആ സ്വാത്മതീർത്ഥത്തിൽ കുളിച്ച ആൾക്ക് പരമപുരുഷാർത്ഥ ലബ്ധിയാണ്. പുരുഷനാൽ അർത്യതേ ഇതി പുരുഷാർത്ഥം. പുരുഷനാൽ അർത്തിക്കേണ്ടത് സാമാന്യ രീതിയിൽ പറഞ്ഞാൽ അത് കാമാർത്ഥ ധർമ്മ മോക്ഷങ്ങളാണ്. ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ച്, ഞാൻ മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ആളെ സംബന്ധിച്ച് അത് ധർമാർത്ഥ കാമമോക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ ഈ ലക്ഷ്യത്തെ പ്രാപിക്കാൻ ഒറ്റ വഴിയുള്ളത് ലക്ഷ്യം മോക്ഷമാണെങ്കിൽ. എന്താ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ എന്താ ലക്ഷണം? സർവഥാ വിവേകവും വിജ്ഞാനവും. ഇതാണ് ഈ പ്രകരണം മുന്നോട്ട് വയ്ക്കുന്നത്. മുക്തനെ എങ്ങനെയിരിക്കും എന്ന് പറയുമ്പോൾ മുക്തന്റെ ഭാവത്തെ അളക്കാൻ നമുക്ക് കഴിയില്ല. പരമപുരുഷാർത്ഥ ലബ്ധിയിൽ ഇരിക്കുന്ന ഒരു മുക്തന് അയാള് മുക്തനാണോ, അയാള് അല്ല കെട്ടപ്പെട്ടവനാണോ എന്ന് നമുക്ക് പുറമെ നോക്കി അറിയില്ല. ഒരു ശങ്കരാചാര്യ സ്വാമികളെ പറ്റി പറഞ്ഞു പറഞ്ഞാൽ, ഒരു മഹാത്മാവിനെ കുറിച്ച് അളക്കാൻ അതിന് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തലത്തിലെത്തിയ ഒരാളാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലാവണം. അപ്പൊ ഈ ഒരു എന്താ ബ്രഹ്മവിജ്ഞാനസ്യ അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ, ഈ അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ബ്രഹ്മവിജ്ഞാനം എന്ന തലത്തെ പ്രാപിച്ച ഒരു പരമപുരുഷാർത്ഥ ലബ്ധിയിൽ എത്തിയ ആ ഒരു മുക്തനെ നമുക്ക് ബാഹ്യമായ ഒന്നുകൊണ്ടും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ? എന്നാലും എനിക്ക് മനസ്സിലാക്കണ്ടേ, എനിക്ക് സഞ്ചരിക്കണ്ടേ, ഒരു ലക്ഷ്യം വേണ്ടേ? അതിനു വേണ്ടി പറയുന്നതിന്റെ ഏറ്റവും പരമാവധി അതാണ് ഇവിടെ പറഞ്ഞത്. ഈ പ്രകരണ രീത്യ പറഞ്ഞത് എന്താണ് അയാളുടെ ലക്ഷണം? വിവേകവും വിജ്ഞാനവും. വിജ്ഞാനത്തിൽ നിന്ന് ജന്യമായ വിവേകം, വിജ്ഞാനത്തിൽ നിന്ന് ജന്യമായ ആ വിജ്ഞാനജന്യങ്ങളായ വിവേകത്തോട് കൂടി ഇരിക്കുന്ന ഒരാള്, വികാരങ്ങളില്ലാത്ത ആള്, അയാളാണ്. അതാണ് ഏത്? അയാള് സർവവ്യാപിയും സർവജ്ഞനും സർവവ്യാപിയും ആയി തീർന്നിട്ട് എപ്പോ? ഈ ശരീരത്തിൽ.
ശരീരപതനത്തിനു ശേഷം മരണധർമ്മമില്ലാത്തവരായി തീരുന്നു. മരിക്കുന്നത് വരെ അയാൾ മുക്തനല്ലേ? അതെ. പക്ഷെ ശരീരമുണ്ട്. കത്തിക്കഴിഞ്ഞ മാൻഡൽ പോലെ അയാൾ പ്രകാശം നൽകും. കാരണം അയാൾക്കിനി മരണധർമ്മം ഇല്ല. അപ്പൊ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പരമപുരുഷാർത്ഥത്തിൽ ധർമ്മമാകുന്ന അടിസ്ഥാന മൂലികയിൽ അതിലിരുന്നു കൊണ്ട് വേണം അയാൾ ഏത് സഞ്ചരിക്കാൻ. ധർമ്മമാണ് അയാളുടെ മാർഗം. അയാളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാണ്. ഇപ്പൊ ചോദ്യം, വിജ്ഞാനിക്ക് ധർമാധർമ്മങ്ങൾ ഉണ്ടോ? അയാൾ എന്ത് ചെയ്യുന്നോ അത് ധർമ്മമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ധർമ്മം എന്ന് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? അധർമ്മമായിരിക്കും. എന്തുകൊണ്ട്? മുഖ്യധർമ്മവും ഗൗണധർമ്മവും വേർതിരിക്കാൻ എനിക്കറിയാത്തത് കൊണ്ട്. ഒരവസരത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ത്, ചെയ്യേണ്ടാത്തത് എന്തെന്ന് എനിക്കറിയാതെ വരുമ്പോൾ കാരണം മറ്റുള്ളവരെയാണ് ഞാൻ അനുകരിക്കുന്നത്. കാരണം അനുഭവം അവസാനത്തെ ബ്രഹ്മവിജ്ഞാനസ്യ എന്നുള്ള തരത്തിലുള്ള ആചാര്യനെ അല്ല എങ്കിൽ പലപ്പോഴും എല്ലാവരും അമ്പലത്തേക്ക് ഓടുന്നുണ്ട്, അവിടെ ഞാനും ഓടാം. ഭാര്യനെ അല്ലെങ്കിൽ കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. താക്കോലക്കൂട്ടം ഏൽപ്പിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് അത് ശരിയായിരിക്കാം, അയാൾക്ക് മുഖ്യധർമ്മമായിരിക്കാം. പക്ഷെ അയാൾ പോകുന്നത് കണ്ട് ഞാൻ ഓടിയാൽ അത് മുഖ്യധർമ്മമായിരിക്കില്ല. എൻ്റെ മുഖ്യധർമ്മം മറ്റൊന്ന് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും കാശി പോകണമെന്നുള്ളതുകൊണ്ട് ഞാനും കാശി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് മുഖ്യവും ഗൗണവും വേറെയുണ്ട്. ഗൗണം എന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്തത്. ഇത് അവനവന് വേർതിരിച്ചറിയാൻ കഴിയണം, അവരവരുടെ സാഹചര്യം. ഇത് പലപ്പോഴും നമ്മളെന്താവും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമായേക്കാം. അപ്പൊ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണമെങ്കിൽ അതിനും വേണം ആരുടെ ഗുരുത്വം? ഈ അനുഭവ അവസാനത്താത് ബ്രഹ്മവിജ്ഞാനത്തിൽ. അങ്ങനെ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ വിവേകിയായ ഗുരു, ആ ഗുരുവെ സമീപിച്ച് ആ ഗുരുനാഥനോട് നമ്മുടെ ഈ സംശയം, ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുവോ അതിനെ പിന്തുടർന്ന്, അവരൊരിക്കലും നമ്മളെ വഴിതെറ്റിക്കില്ല. അപ്പോൾ അതിനുള്ള കരുത്തുള്ളവർക്ക് അവരെ പിന്തുടർന്നാൽ മതി. കരുത്തില്ലാത്തവർക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നു, ഞാനിതാണോ പിന്തുടരേണ്ടത്? അപ്പൊ സംശയം വരുമ്പോൾ ചോദിക്കും വേണം. സംശയത്തോടു കൂടി പിന്നാലാണെന്നത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ആശ്രയിച്ചാൽ എന്തായി തീരും? നമുക്കും ആ തലത്തിലേക്ക് എത്താം. അവരുടെ ആ ആനുഭവികമായ തലത്തെ അവർക്ക് പോലും പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം അത് വാക്കുകൾ പിന്തിരിയുന്നത് കൊണ്ട്, അല്ലാതെ അറിവില്ലായ്മയോണ്ടല്ല. അതുകൊണ്ട് ശരീരപതനത്തിന് ശേഷം മരണധർമ്മമില്ലാത്തതായി തീരുന്നു. കാമരാഗവർജിത ഫലം അസ്തി, ദേശകാല വസ്തു പരിമിതമാണ് ലോകം, ലോകബന്ധം ഉന്മൂലയതേ. കാമരാഗവർജിത ഫലം അസ്തി, കാമരാഗവർജിത ഫലമാണത്. കാമവും രാഗവും വർദ്ധിക്കുന്ന തലമാണത്. ദേശകാല വസ്തു പരിമിതമാണ് ലോകം. അതാണ് അയാൾ ലോകാതീതനാണ്. ദേശകാല വസ്തു പരിമിതമാണ് ലോകം. അപ്പൊ ഒരാള് ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതേ, ദൃശ്യതേ, ഭുജ്യതേ ഇതി ലോകം. ഓരോരുത്തരുടെയും ലോകം അവരവർ പടുത്തുയർത്തിയതാ. എല്ലാവർക്കും ഒരു ലോകമല്ല. അങ്ങനെയുള്ള ആ ലോകത്ത് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതമാണ് ആ ലോകം. ഓരോരുത്തരെ നമ്മൾ മനോലോകം കാണുന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഇതൊക്കെ ഒരു മനോലോകമാണല്ലോ. അപ്പോൾ അവരവരുടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവരവർ ജീവിക്കുക ചെയ്യുന്നത്. ഇത് ശരി വിചാരിക്കുക. അങ്ങനെയുള്ള അതൊക്കെ എന്താവും? ദേശകാല വസ്തു പരിമിതിയിൽ ഒതുങ്ങുന്നതാണ്. ദേശകാല വസ്തു അപരിമിതമാണ്. ഏത്? ഈ തലം. അങ്ങനെയുള്ള ബ്രഹ്മവിജ്ഞാനിയെ പിന്തുടരുന്നു. അങ്ങനെ പിന്തുടരുമ്പോ എന്തായി? ബാഹ്യതീർത്ഥങ്ങളെയോ അവയുടെ ആരാധനയെയോ നമ്മൾ നിന്ദിക്കുകയല്ല ചെയ്യുന്നത്. അതൊക്കെ നല്ലതാണ് വിവേകത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ അതൊക്കെ വെറുതെ. വിവേകമില്ലെങ്കിൽ 1000 തീർത്ഥത്തിൽ സ്നാനം ചെയ്താലും പ്രയോജനമില്ല. വിവേകം ഇല്ല, വികാരം കൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. എന്താ കാര്യമുള്ളത്? അതായത് അവിടെ പറയാണ്, കാഞ്ഞിരക്കായ 100 തീർത്ഥത്തിൽ മുക്കിയാലും അതിന്റെ കയ്പിന് കുറവുണ്ടാകുന്നില്ല എന്നതുപോലെ. അപ്പൊ വിവേകം ഇല്ലാതെ ആരും തീർത്ഥയാത്ര നടത്തണ്ട. അതിനും വേണം കുറച്ച് വിവേകം. എല്ലാരും പോണുണ്ട്, അതുകൊണ്ട് ഞാനും ഓടണ്ട. ഇത് അമ്പലത്തേക്ക് പോകണം നമ്മൾ തീർത്ഥയാത്ര കേട്ടോ. നിൽക്കാതെയുള്ള യാത്രയ്ക്ക് പറയുന്ന പേരാണ് തീർത്ഥാടനം.
നിൽക്കാതെയുള്ള യാത്ര. അപ്പൊ നിൽക്കാതെ നിത്യവും ഞാൻ അമ്പലത്തേക്ക് പോകുന്നുണ്ട്, തീർത്ഥാടനമാണ് അല്ലേ, എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, ഇതൊന്നും നിന്ദിക്കുകയല്ല. പക്ഷെ ഇതൊക്കെ വിവേകത്തോട് കൂടി ഞാൻ എന്തിനാ പോണതെന്ന് അറിയണമെന്ന്. മറ്റവൻ പോകണത് അതുകൊണ്ട് ഞാനും പോകണ്ടേ, അങ്ങനെയല്ലേ പോണത്. ഒരാൾ കള്ളുപിടിച്ച് പോകണമെങ്കിൽ മറ്റേയാൾക്കും കള്ളുപിടിച്ച് പോവാം, ഒരാൾ 4 ദിവസം കൊണ്ട് പോയി തരുന്നുണ്ടെങ്കിൽ മറ്റേയാൾ 3 ദിവസം കൊണ്ട് പോയി തരും. അതല്ല. അപ്പൊ വിവേകമുള്ളവൻ എവിടെ പോയാലും അതുകൊണ്ട് ഗുണം ഉണ്ടാവും. പക്ഷെ അതിലേറെ ഗുണം ഏതുണ്ട് നോക്കണേ. അവിടെ നമ്മൾ ചിന്തിച്ച വിഷയമാണത്. കാരണം തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തീർത്ഥം ഏതാ? ഗംഗാതീർത്ഥമാണ് അല്ലേ, പറയല്ലോ അല്ലേ, ഗംഗയാണല്ലോ. ദേവലോകത്ത് കൂടെ ഒഴുകുന്ന നദി ഏതാണ്? എന്നാള് ഒരു ടിവിയിലൊരു ചോദ്യം. അപ്പോ പലരും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ അളകനന്ദ എന്ന് പറഞ്ഞവർക്ക് ശരിയാണ്. അളകനന്ദ എന്ന് പറഞ്ഞാല് അത് ഈ ബദരീനാഥിലൂടെ ഒഴുകുന്നതാണ്. ആർക്കറിയാം, അത് സ്വർഗത്തിലല്ല ഭൂമി കൂടെ ഒഴുകണം. നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ മുങ്ങിയിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. അത് സ്വർഗത്തിലെ അതിന് വേറെ. സ്വർഗം കണ്ടിട്ടില്ല, സ്വർഗം ഉണ്ടോ ഇല്ല എന്നുള്ള നമ്മൾ പഠിക്കുന്നത്. ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ചാൽ ആർക്കെങ്കിലും വല്ല ഗുണം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പിന്നെ എങ്ങനെ സ്വർഗത്തിൽ കൂടെ അത് ഒഴുകും? പക്ഷെ ഭൂമി കൂടെ അത് ഒഴുകുന്നുണ്ട്. പക്ഷെ അത് അവരോട് പറയാം. ടി വിയിൽ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അല്ലാതെ അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. അളകനന്ദ എന്നുള്ളത് ബദരീനാഥിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ പേരാണ്. സ്വർഗത്തിൽ അതിന്റെ പേരെന്താ നമുക്കറിയില്ല. ഏതായാലും അയാൾക്ക് ശരി കിട്ടിയത്, അത് പറഞ്ഞ ആൾക്ക് അതാണ് ശരി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഗംഗാനദി, അതാണ് ഗംഗയിലെ ഏറ്റവും വലിയ തീർത്ഥമായിട്ട് പറയുന്നത്. അതാണ് ആ ഗംഗ കഥയാണെങ്കിലും കഥയെന്ന് തത്വം എടുക്കാലോ നമുക്ക്, ആണല്ലോ എടുക്കേണ്ടത്. അപ്പോ ഭഗീരഥൻ, എല്ലാ പ്രയത്നത്തിനും ഭഗീരഥ പ്രയത്നം എന്ന് പറയും. പക്ഷെ ഭഗീരഥൻ അതിനെ കൊണ്ടുവന്നു ഭൂമിയിലേക്ക് വരുമ്പോഴേക്ക് അത് എന്തായി? അതിന്റെ ശക്തി തടുക്കാൻ ഭൂമിക്ക് കഴിയില്ല. അതുകൊണ്ട് വഴി കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു പറയും. അപ്പോ ശിവൻ ജഡയിൽ സ്വീകരിച്ചു എന്നാണ്. അപ്പോഴും തന്റെ പ്രയത്നം വെറുതെ ആവുമല്ലോ എന്ന് മനസ്സിലായി. പിന്നെയും തപസ് ചെയ്തു എന്നാണ്. തപസ് ചെയ്തപ്പോ ഒരു അരുവിയായിട്ട് അതിനെ പുറത്ത് വിട്ടു എന്നാണ്. അതാണ് ഗോമുഖം എന്ന് പുറപ്പെടുന്നതെന്നൊക്കെയാ പറയണത്. അതെ. പക്ഷെ അപ്പൊ അതിലൊരു കാര്യം നമുക്ക് സ്വീകരിക്കാനുണ്ട്. അതിന് വഴി കണ്ടെത്തി. വേറൊന്ന് കണ്ടെത്തിയത്, ഭൂമിയിലൂടെ ഒഴുകുമ്പോൾ എന്നെ ജനങ്ങൾ മലിനമാക്കുമല്ലോ. ശരിയാ, സത്യല്ലേ ഇത്? ആണ്. പക്ഷെ ആ മലിനമാക്കുന്നതിന് എന്താണ് പോകാൻ വഴി? അതുകൂടി ഉപായം കണ്ടെത്തിക്കൊള്ളാൻ പറഞ്ഞപ്പോ അതിന് പേടിക്കണ്ട, അങ്ങയുടെ തീരത്ത്, ഗംഗാനദിയുടെ തീരത്ത് എല്ലാ കാലത്തും അനുഭവാവസാനത്താ ബ്രഹ്മവിജ്ഞാനസ്യ അങ്ങനെയുള്ളവര് താമസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. ഗംഗയുടെ തീരത്ത് മുഴുവൻ ഈ അനുഭവാവസാനത്തെ ബ്രഹ്മവിജ്ഞാനസ്യ എന്നുള്ള ശ്രുതിവാക്യത്തിന് അനുസൃതമായ ആളുകൾ ധാരാളം ഉണ്ട്, വിപരീതമുള്ളതുണ്ടെങ്കിലും. ഇതുള്ളത് കൊണ്ടാണ് ഈ ഗംഗ ശുദ്ധമാകുന്നതെങ്കിൽ, ഗംഗ ശുദ്ധമാകുന്നെന്ന് പറഞ്ഞാൽ ഇത് കാലദേശ വസ്തു പരിമിതമായ ദൃഷ്ടിയോടുകൂടി നോക്കിയാൽ പോലും ആ ഗംഗ പരിശുദ്ധമാണ്. അത് നമുക്കറിയാം. മനസ്സിലായില്ല? കാലദേശ വ്യക്തി അപരിമിതമായ ഗംഗയെ അപരിമിതമായ ദൃഷ്ടി കൊണ്ട് നോക്കുന്ന ആൾക്ക് മാത്രമല്ല, പരിമിതമായ ദൃഷ്ടി കൊണ്ട് നോക്കുന്ന ആൾക്ക് തന്നെ ഗംഗാജലവും പച്ചവെള്ളവും തമ്മിൽ മാറ്റം കാണുന്നുണ്ട്. സംശയമില്ല. എന്നാലും ആ ഗംഗാജലത്തെ പോലും ശുദ്ധമാക്കുന്നത് ആരാണ്? അങ്ങനെയുള്ള അവരല്ലേ അപ്പൊ ശരിക്കും തീർത്ഥസ്ഥാനങ്ങൾ. അപ്പൊ അവരുടെ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ പോരെ? എന്താ അഭിപ്രായം? അതില്ലെങ്കിൽ, അത് തീർത്താവില്ലെങ്കിൽ എന്നാ നേരിട്ട് അതല്ലേ നല്ലത്? എന്താ? അതെ, ജ്ഞാനസ്നാനം. അതെ അതെ, അതുപോലെ. അതില്ലെങ്കിൽ കാഞ്ഞനക്കായ കുളിപ്പിച്ച പോലെയാണെന്നെങ്കിൽ, അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവരുന്നത്. ഏതായാലും ചെയ്തു പോയ പാപത്തിന് തൽക്കാലത്തേക്കുള്ള ശാന്തി സാധാരണ ജനങ്ങൾ തീർത്ഥസ്നാനം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. എല്ലാവരും സമ്പാദിക്കുന്നില്ല. ചെയ്തു പോയ പാപത്തിന്, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന പാപപരിഹാരാർത്ഥം ഓരോരുത്തരും
ഇല്ലേ? തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായ ഗുണം ഉണ്ടാവില്ലെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ശാശ്വതമായ ഗുണം എവിടുന്ന് കിട്ടണുള്ളൂ? ബ്രഹ്മവിജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മവിജ്ഞാനത്തിൽ എത്തിയ ഒരു മഹത്വത്തിന്റെ സാമീപ്യം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, വിവേകം കൊണ്ട്, വിവേകത്തിന്റെ അടുത്തിരിക്കാൻ കഴിയുമ്പോൾ തന്നെ, വെളിച്ചത്തിന്റെ അടുത്തിരിക്കാൻ കഴിയുമ്പോൾ തന്നെ എന്തായി? വെളിച്ചമായല്ലോ അല്ലേ? വിജ്ഞാനത്തിന്റെ നമുക്ക് വിജ്ഞാനം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വെളിച്ചമുള്ള ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സാന്നിധ്യമല്ലേ? നമ്മുടെ പ്രയാസങ്ങളൊക്കെ അത് അല്ലാതാവുകയാണല്ലോ, ഇല്ലാതാവുകയല്ല. എന്താ? ഒരു ബ്രഹ്മവിജ്ഞാനിയുടെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ അയാൾ ഏറ്റവും കൂടിയ പ്രശ്നക്കാരനാവണം. കാരണം അയാളുടെ ഒരു കൊട്ട വയ്ക്കേണ്ടി വരും അല്ലേ? ചില സ്ഥലത്തൊക്കെ ഒരു ദക്ഷിണ വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊട്ട വയ്ക്കണില്ലേ? അതേപോലെ നമ്മളെ പാപമൊക്കെ അയാളുടെ അടുത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക, എന്നിട്ട് പാപത്തിന്റെ ഈ കൊട്ടയേറ്റി കൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെയല്ല, പാപം അല്ലാതാവുക. കാരണം വാസ്തവത്തിൽ പാപമില്ല. അമൃതത്വത്തിന്റെ മക്കളെ നല്ല വേദം വിളിച്ചത്. ഈ തോന്നലാണ്. നമ്മളൊരു പാപം പറ്റാൻ പോകണില്ല. താമര ഇലയിൽ വെള്ളം നിൽക്കാത്തത് പോലെ, ആമ്പലിന്റെ ഇലയിൽ വെള്ളം നിൽക്കാത്തത് പോലെ, ചേമ്പിന്റെ ഇലയിൽ വെള്ളം നിൽക്കാത്തത് പോലെ, എന്നാലും തോന്നുകയാണേ. ആ തോന്നലൊക്കെ ഇല്ലാതായി. ഞാൻ പാപിയല്ല, എന്നെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും മഹാപാപം. അതുകൊണ്ട് പാപം ചെയ്യാനുള്ള വാസന എന്നേക്ക് അവസാനിപ്പിക്കലാണ് എന്ത്? ജീവിത ലക്ഷ്യം. അപ്പൊ ജീവിത ലക്ഷ്യത്തിലേക്ക് ആർക്ക് മുന്നേറണോ? എന്താ ജീവിത ലക്ഷ്യം? പരമപുരുഷാർത്ഥം, മോക്ഷം. അപ്പൊ ലക്ഷണം കൊണ്ട് ജന്മലക്ഷ്യം മോക്ഷമാണെന്ന് പറയുന്നതും ഇവിടെ എന്താണ്? ആ ലക്ഷ്യം പ്രാപ്തി എങ്ങനെയാണ്? പാപം ചെയ്യാനുള്ള വാസന ഇല്ലാതാവുന്നതിലൂടെ സാധിക്കുന്നുള്ളൂ. വാസന പിന്നെയും ബാക്കിയുണ്ടെങ്കിലോ, അതിനുള്ള ടെൻഡൻസി നമ്മളിൽ ബാക്കിയുണ്ടെങ്കിലോ പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അനുഭവങ്ങളുടെ പരമ്പരയാണ് ജീവിതം. സന്ദേശം നൽകുകയാണ്. എന്താണ് ജീവിതം എന്ന് പറഞ്ഞാല്? അനുഭവങ്ങളുടെ പരമ്പര അല്ലേ ജീവിതം? എന്താ അഭിപ്രായം? ആണല്ലോ. അപ്പോ ഭൗതികമായ വസ്തുവിൽ ഭ്രമം വന്നാൽ എന്താവും? ബ്രഹ്മം നിരാകരിക്കപ്പെടും. ഭൗതികമായ വസ്തുക്കളിൽ ഭ്രമം വന്നാൽ ബ്രഹ്മം നിരാകരിക്കും. അപ്പൊ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? സർവഥാ വിവേകവാനാവണം. അപ്പോ അയാളെ സംബന്ധിച്ച് സ്വാവസ്ഥാ പ്രച്യുതി സംഭവിക്കുന്നില്ല. എപ്പോഴും ഈ ബ്രഹ്മാനുസന്ധാനത്തിൽ, ഈ സ്വാത്മാനുഭൂതിയിൽ കഴിയുന്ന ഒരാള്, അയാൾക്ക് ഭൗതിക വസ്തുക്കളിൽ ഭ്രമം വരുന്നില്ല. ഇതൊക്കെ കൂട്ടി വായിച്ചാൽ അയാൾ എവിടെ എത്തുന്നു? അയാൾക്ക് ഇനി ഒരിക്കലും വാസന ഉണ്ടാവില്ല. ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഏത് വ്യാപാരവും വിവേകോൽപാദനക്ഷമമാക്കാമെങ്കിൽ എന്ന് പറയാൻ കാരണം അതാണ്. അല്ലാതെ ഒന്നുമില്ല. അപാർത്ഥജ്ഞാനിക്ക് ഏതാ തീർത്ഥം? ഈ പ്രപഞ്ചം മുഴുവൻ തീർത്ഥമാണ്. പ്രകർഷേണ പഞ്ചത്വം യഥാ തഥാ. ഈ പ്രകൃഷ്ടേണ നല്ലതുപോലെ 5 ചേർന്ന ഈ പ്രപഞ്ചം തന്നെയാണ് അയാളുടെ എല്ലാ സ്ഥലങ്ങളുടെ തീർത്ഥമാണ്. അതൊക്കെ എവിടെ ഇരുന്നാലും ഇതെല്ലാം തീർത്ഥസ്നാനം തന്നെയാണ്. വിവേകവിജ്ഞാനിക്ക്, വികാരവിജ്ഞാനിക്കല്ല. വികാരവിജ്ഞാനി എന്ന് പറയാം, വികാരജ്ഞാനി എന്ന് പറയാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ അനുഭവികമായവരാണല്ലോ. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് അതിൽ നിന്ന് അജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അജ്ഞാനികളല്ല, ആത്മജ്ഞാനികളല്ലേ. ആത്മജ്ഞാനികളല്ലേ ഇത് കേൾക്കുന്നത്. പക്ഷെ ലക്ഷ്യം ഈ ആത്മജ്ഞാനത്തിൽ തന്നെ കഴിയല്ല, പിന്നെന്താണ്? വിജ്ഞാനമാണ്. ആ വിജ്ഞാനം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താണ്? അത് പറയുന്നത് എപ്പോഴും വിവേകം ഉണ്ട് എന്നുള്ളതാണ്. വിവേകത്തോടു കൂടിയുള്ള വിജ്ഞാനം കൂടി ആവുമ്പോൾ അയാളാണ് മുക്തൻ. അപ്പൊ വികാരത്തിന്റെ ലേശം ഉണ്ടെങ്കിൽ അയാൾ മുക്തനല്ല, ചിലതിലൊക്കെ അയാൾ കെട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വിജ്ഞാനം എന്നുള്ളത് അനുഭവികമായ അറിവ് വിവേകത്തിന് കാരണമാവുന്നു എങ്കിൽ, എപ്പോഴും വിവേകത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, സ്വാഭാവികമായി ബലപൂർവകമല്ല ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് മുക്തനാണെന്ന് മനസ്സിലാക്കാം. നമ്മളെ കാണുമ്പോഴാണോ അറിയില്ലല്ലോ, എന്നാലും പരിമിതി ഉണ്ട് അവിടെ. അത് മനസ്സിലായോ? അതുകൊണ്ട് അളക്കാൻ പറ്റും. എന്നാലും നമുക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി
പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു മുക്തനല്ലാത്ത ഒരാൾക്ക് അളക്കാൻ സാധ്യമല്ല, അളവ് പോലില്ല. അവിടെ ഇവിടെ മുക്തി എന്നുള്ളത് ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ്. ദുഃഖം എന്നുള്ളത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? വികാരജന്യമാണ്. വികാരങ്ങളില്ലാത്ത സ്ഥലമാണ് ഏത്? വിവേകം. ആ വിവേകത്തിന്റെ പൂർണ്ണതയാണ് ഏത്? ജന്മലക്ഷ്യം. ഇതറിയുന്നവൻ, അതിനെ പ്രാപിച്ചവൻ, യാതൊരു സംശയവുമില്ല, അയാൾ മുക്തൻ തന്നെയാണ്. ശരീരപതനത്തിൽ അയാൾ പിന്നെ പുനർജനിക്കുന്നില്ല, അയാൾക്ക് ജനിക്കണ്ട. അതുകൊണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. സയ ഏഷോ അണിമ ഐതത് ആത്മമിതം സർവം സത്യം സ ആത്മാ തത്വം അസിഛേദകേതോ അനുഭവാവസാനത്വാത് ഭൂതവസ്തു വിഷയത്വാത് ച ബ്രഹ്മജ്ഞാനസ്യ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്ന് പറയാണ്. അയം നിജ പരോവേത്തി ഗണന ലഘു ചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. അയാളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും ജീവിതത്തില്? അയം നിജ പരോവേത്തി, ഇത് എൻ്റെ നാട്ടുകാരൻ, അയാൾ നിന്റെ നാട്ടുകാരൻ, അല്ലെങ്കിൽ ഇത് എൻ്റെ ആള് അത് നിന്റെ ആള് എന്ന മനോഭാവം അല്പ മനസ്സുകളുടേതാണ്. ഇത് എൻ്റെ ആളാട്ടോ, എൻ്റെ ആൾക്ക് സീറ്റ് കിട്ടുമോ? ഇപ്പൊ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവിടെ നിന്ന് പറയുമോ ഇവിടെ നിന്ന് പറയുമോ എന്നൊക്കെ, കുട്ടിയൊക്കെ സീറ്റ് കിട്ടാൻ. എൻ്റെ ആള്, ഇത് എൻ്റെ ആള് അത് നിന്റെ ആള്, പറഞ്ഞ ശരിയാ എന്നുള്ള ഭേദം ആരിലുണ്ടോ? ഇത് എൻ്റെ അമ്മ അത് നിന്റെ അമ്മ, ഇങ്ങനെ എൻ്റെ എന്നുള്ള ഭാവം ആരിലുണ്ടോ അയാൾക്ക് എന്തുണ്ടാവുന്നു? ഈ മനോഭാവം അല്പ മനസ്സുകളുടേതാണ്. ബാലന്മാരാണ്, കുട്ടികളാണ്. വിവേകിക്ക് എല്ലാം എന്താണ്? എൻ്റെ എന്നോ നിന്റെ എന്നോ ഇല്ല, എന്നാ ഇതം മമ. അയാള് എന്താണ്? ഉദാര മനസ്സുകൾക്ക് ഏതാണ്? ഇത് ലോകം മുഴുവൻ എന്താണ്? എൻ്റെ തറവാടാണ്. പറയാൻ നല്ല സുഖാത്. നമ്മൾ ചൊല്ലുന്ന എവിടെ ചെന്നാലും കാണാം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അതെ. എന്നിട്ടോ ഞാനും എൻ്റെ അതിന്നലെ അപ്പുറം ഒരു കുറച്ചും കൂടി അപ്പുറത്തേക്ക് നോക്കില്ല, തൊട്ടടുത്ത അപ്പുറത്തെ വീട്ടുകാരനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. തൻ്റെ വീട്, തൻ്റെ ആ അടുക്കള, ആ ചട്ടിയും കലവും മാത്രം. എന്നിട്ട് അവനും ചൊല്ലുണ്ട്. അല്ലാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ നല്ല സുഖമാണ് ഇതൊക്കെ. പക്ഷെ ഇത് ലക്ഷ്യത്തെ പ്രാപിച്ച ഒരാളെ സംബന്ധിച്ച് ഇതെൻ്റെ അത് നിന്റെ, അയാൾ സ്വദേശി ഇയാൾ വിദേശി എന്നുള്ള ഭേദമൊന്നും ഇല്ല. ഈ മനോഭാവം അല്പമനസ്സുകൾക്കുടേതാണ്, ഉദാര മനസ്സുകൾക്ക് ഇതില്ല എന്ന് പറയാം. എന്താ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇതിന്റെ അവസാനത്തെ പാതയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വസുധൈവ കുടുംബകം അതിന്റെ മുഴുവതാണ്. അയം നിജ പരോവേത്തി ഗണന ലഘു ചേതസ, ഇതെന്റെ അത് നിന്റെ എന്നുള്ള ഭേദം ലഘു ചേതസ, ഗുരുക്കന്മാർക്കുള്ളതല്ല, ലഘുക്കന്മാർക്കുള്ളത്. ഗുരു വിപരീതം ലഘു. അല്ലാതെ അറിവുള്ളവർക്ക് ഉദാരചരിതന്മാർക്ക് ഈ ലോകം മുഴുവൻ വസുധ ഏവം കുടുംബമാണ് എന്ന ഭാവത്തെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കൂ എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതുകൊണ്ട് അവിടെ അയൽക്കാരില്ല. കാലക്രമേണ അയൽക്കാരൻ വന്നപ്പോൾ അത് പറയേണ്ട ഗതികേട് അയാൾക്ക് വന്നു. തെറ്റല്ല. ഇപ്പൊ അതും പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ പറ്റും. വീട്ടിലുള്ളവരെന്നെ അതും ഇതും വേറെ അല്ല എന്ന് പറയേണ്ട ഗതികേട് വന്നു. അവിടെ എത്തി നിൽക്കണം. അതുകൊണ്ടാണല്ലോ ഈ കുടുംബ സംഗമങ്ങൾ ധാരാളം നടക്കുന്നത്. ഇപ്പോ കുടുംബത്തിൽ സംഗമം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കുടുംബ സംഗമം പുറത്തു വെച്ച് നടക്കേണ്ട ഗതികേട് വരുന്നില്ലേ. ഭാര്യയും ഭർത്താവും കുട്ടികളും തമ്മിൽ തന്നെ ഒരു കുടുംബമാണ് എന്നുള്ള വിചാരം ഇല്ല. യേശുക്രിസ്തു പറഞ്ഞ സമയത്ത് ചിലപ്പോ അവനാന്റെ വീട്ടില് വേറെ ആരെങ്കിലും, അതുവരെ ലഹള കൂടിയാലും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ എങ്കിലും ഒറ്റക്കെട്ടായിട്ട് ചായ കൊണ്ട് കൊടുക്കുമായിരുന്നു, ഒരു പ്രശ്നമില്ലാത്ത മാതിരി കാണുമായിരുന്നു. ഇപ്പൊ അതല്ല. അങ്ങനെയല്ലേ? വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് വഴക്കൂടുകയാണെങ്കിലും എന്തുണ്ടാവും? പെട്ടെന്ന് നിർത്തിയിട്ട് ഒന്നുമില്ലാത്ത ഭാവത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒന്നായിട്ട് നിൽക്കില്ലേ? ഇപ്പൊ അതും ഇല്ല എന്നർത്ഥം. അതുകൊണ്ട്
കുടുംബ സംഗമങ്ങൾ ധാരാളം നടക്കുന്നു. എന്തായാലും ഇത് ഉപസംഹരിക്കും. ഏത് മുക്തി എന്നുള്ളത് എപ്പോഴും വിവേകജന്യമായിരിക്കണം. എപ്പോഴും വിചാരത്തോട് മുക്തൻ എപ്പോഴും അവിടെ അയാൾ ബലപൂർവകം ആലോചിച്ച് നല്ലത് ചെയ്യുന്നു എന്നല്ല, ആലോചിച്ച് നല്ലത് ചെയ്യണില്ല. സ്വാഭാവികമായ പ്രക്രിയയാണ്. എല്ലാം വിവേകജന്യമാണ്, അല്ലാതെ വികാരജന്യമായിട്ട് അളവും ചെയ്യും. ഓരോ പ്രവൃത്തിയും കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പറയണതും നമ്മൾ ചെയ്യണതും വികാരജന്യമാണോ എന്നും. നമുക്ക് അയാളത് അറിയാൻ കഴിയില്ലെങ്കിൽ എന്നാലും നമുക്ക് കുറച്ചൊക്കെ അറിയണം. അറിഞ്ഞാലേ നമുക്ക് ആ വഴി പിന്തുടരാൻ പറ്റും. എത്ര നല്ലതാ അത്. ആ വിവേകത്തിന്റെ മാർഗം തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ്, പിന്നല്ലേ ലക്ഷ്യം. അങ്ങനെയല്ലേ? ഈ മാർഗം ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും അതിൽ പ്രവൃത്തി വരുന്നില്ല. വിവേകത്തിന്റെ മാർഗം ശ്രേഷ്ഠമാണെന്ന് സീസണൽ ഭക്തിക്കാർക്ക് പോലും അറിയാം, അല്ലേ? അതുകൊണ്ടല്ലേ പിന്നീത്തെ കൊല്ലവും അതിനൊക്കെ പുറപ്പെടുന്നത് താൽക്കാലികമായിട്ട്. നാവിന് വേണ്ടി, അങ്ങനെ പലതിനും വേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പ്രലോഭിപ്പിച്ച് പരക്കം പായുന്നതിനെ തടഞ്ഞിട്ട് ത്യാഗനിഷ്ഠ കൊണ്ട് വ്രതങ്ങൾ എടുക്കാനൊക്കെ പോകുന്നത് കാണുമ്പോൾ വികാരത്തിൽ നിന്നല്ല, വിവേകത്തെ ജനിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് നല്ലതാണെന്ന് തോന്നിയിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കണത്. മൂഢന്മാർ പോലും പ്രയോജനമില്ലാത്ത കാര്യത്തിൽ പ്രവർത്തിക്കില്ലല്ലോ. അവിടെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. എല്ലാറ്റിനും ഞാനൊന്ന് ഒഴിഞ്ഞുപോയി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ കൂട്ടിവെക്കുന്നതിൽ നിന്നൊന്നും ശാന്തി സമാധാനം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ. കൂട്ടിവെക്കണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. വിവേകിക്ക് എത്രയും കൂട്ടിവെക്കാം. ആദ്യം വേണ്ടത് വിവേകമാണ്. എന്നാ പിന്നെ ഖേദിക്കേണ്ടി വരില്ല. ലോകത്തിനെ നന്നാക്കാൻ പുറപ്പെട്ട ഒരാൾ, ആയന്റെ വാല് കുഴലിട്ട പോലെ. എത്ര കാലം കുഴലിട്ടാലും വാല് നൂരില്ലെന്ന് മാത്രമല്ല, കുഴല് ചിലപ്പോൾ വളർന്നത്. അതേപോലെ ലോകത്തിനെ നന്നാക്കി കളയാന്നുള്ള വ്യാമോഹത്തോടു കൂടി ക്ലാസ് എടുക്കാനോ പ്രസംഗം ചെയ്യാനോ അല്ലെങ്കിൽ സഹായം ചെയ്യാനോ പോയാൽ അയാള് എന്താവും? ഓടും. ഞാൻ എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് നിരാശ. അതാരുടെ? ബ്രഹ്മവിജ്ഞാനിയുടെ അല്ല. ബ്രഹ്മവിജ്ഞാനിക്ക് അങ്ങനെ നിരാശയൊന്നും ഉണ്ടാവില്ല. ആശ ഉണ്ടെങ്കിലല്ലേ നിരാശ. മനസ്സിലായില്ല? അതുകൊണ്ട് ഇത് നേരെയാവില്ല അറിയാം. മനസ്സിലായില്ല? അതുകൊണ്ട് അയാൾക്ക് ഒരു പ്രശ്നമില്ല. അയാൾക്ക് ആനന്ദം, ആ ആനന്ദം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് അയാള് എന്ത് ചെയ്യുന്നു? എൻ്റെ ഇല്ല ഞാനും ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിജ്ഞാനി ദുഃഖിക്കുന്നില്ല. നമ്മൾ ദുഃഖിക്കാൻ കാരണം എന്താ? നമ്മൾ വികാരം കൊണ്ട് ചാടി വീഴാണ്. ഞാൻ നന്നാക്കി കളയാം, സനാതന ധർമ്മത്തെ ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ, അല്ലേ? പോരാ, ചേർന്ന വരാൻ നോക്കുവാണെങ്കിൽ നന്നാക്കി എടുക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും. നന്നാക്കി എടുക്കാം, പക്ഷെ എങ്ങനെ നന്നാക്കി എടുക്കാം? പക്ഷെ നന്നാക്കി എടുത്തില്ലെങ്കിൽ, നന്നായിട്ടില്ലെങ്കിൽ ദുഃഖിക്കരുത്. നന്നായാൽ ഒട്ട് കോളർ പൊന്തിക്കാനും പാടില്ല. എന്തുകൊണ്ട്? സ്വാഭാവികമായ പ്രക്രിയയാണ്. അതിന് നമ്മൾ പക്ഷെ പിന്തിരിഞ്ഞിരിക്കരുത്. സ്വാഭാവികമായിട്ട് എന്ത് തോന്നുന്നുവോ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് വിവേകം. അതല്ലേ വിവേകം പൂർവ്വം ചെയ്യേണ്ടത്. അല്ല, വിവേകം എന്നുള്ളത് ആലോചിച്ചുണ്ടാക്കേണ്ടതാ. എവിടെയാണോ ആഗ്രഹം വന്നത്, ഞാൻ അതൊക്കെ നേരെയാക്കി എടുക്കട്ടെ എന്നുള്ള ആഗ്രഹം വന്നത്, അവിടെ വിവേകം അല്ലാതെ വികാരമാണ്. ഇങ്ങനെ ആലോചന ചെയ്തിട്ട് വേണം ഓരോന്നിനും പ്രവർത്തിക്കാൻ നടത്താം. അപ്പൊ ആലോചിച്ചിട്ട് വേണോ? സ്വാഭാവികമായിട്ടാണോ ഞാൻ അതിൽ പോണത്, അതോ അതിന്റെ കൊച്ചൊരു ഉൾപോക്കറ്റിന്റെ അടുത്തുണ്ടോ? മനസ്സിലായില്ല? ഉൾപോക്കറ്റ് ഉണ്ടോന്ന് ഒരു പുനഃപരിശോധന ആത്മാനുസന്ധാനത്തിൽ നിന്നുണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ പറയും എന്തെങ്കിലും ഒന്നുണ്ടാവും. ചിലർക്ക് കുറെ പണം കിട്ടണം, അങ്ങനെ ഒരു പണം കിട്ടണം എന്ന് ഒരാഗ്രഹമില്ല. ചിലപ്പോൾ പ്രശസ്തി ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്താന്ന് പറയാൻ പറ്റാത്ത ചിലതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒന്നുണ്ടാവും. അതെന്താണെന്നൊരു ചിന്തന നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്വാത്മാനുസന്ധാനം, ഞാൻ ആര് എന്നുള്ള ആ മഹാവാക്യാനുസന്ധാനത്തിൽ നിന്നുണ്ടാവും. ഈ മഹാവാക്യാനുസന്ധാനത്തിന്റെ തുല്യഫലം തന്നെയാണ് ഈ പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. ഒരാളോട് പോയിട്ട് പറയുക, നിങ്ങൾ മഹാവാക്യാനുസന്ധാനം ചെയ്യണം, അഹം ബ്രഹ്മാസ്മി അനുസന്ധാനം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി? അഹം ബ്രഹ്മാസ്മി എന്ന് അയാൾ ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തായില്ല. അതുകൊണ്ട് ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ മഹാവാക്യ അനുസന്ധാനത്തെ ഒരു പ്രകരണ ഗ്രന്ഥത്തിലൂടെ നമുക്ക് ബോധിപ്പിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ എന്നുള്ളതും ഇത് ഇവരുടേത് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ എന്താ ഉള്ളത്?
എന്നുള്ള ആ ആത്മാനുസന്ധാനത്തിന്റെ അതേ ഫലം തന്നെയല്ല ഇയാൾക്കും കിട്ടണത്, വിവേകത്തിൽ നിന്നുണ്ടാവണത്. ഈ വിവേകത്തെ നമ്മളിൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പരിണത ഫലം ഏതാണ്? മഹാവാക്യാനുസന്ധാനം ചെയ്ത ഒരു സ്ഥലം തന്നെയല്ലേ ഇത്. അപ്പൊ ഒരാൾക്കൊരു ഉപദേശം കിട്ടി, മഹാൻ വാക്യാനുസന്ധാനം. അയാൾ ആ അനുസന്ധാനം ചെയ്യാൻ കഴിഞ്ഞോളം നൽകില്ല, അറിയില്ല. പക്ഷേ ഇയാൾക്ക് ഇത് ചെയ്തൂടെ? അപ്പൊ പ്രകരണ ഗ്രന്ഥങ്ങൾ എപ്പോഴും നമ്മെ കുറിച്ച് ചിന്തിപ്പിക്കാൻ, നമ്മെ കുറിച്ച് വിവേകപൂർവമാക്കി തീർക്കാനുള്ള ചില സഹായ ഗ്രന്ഥങ്ങളാണ്, ഗൈഡാണ്, സംശയമില്ല. അവിടുത്തെ പൂർത്തിയാക്കി കൂട്ടാം. അടുത്തതേതാ? ഇവിടെ കൂടുതൽ അഭിപ്രായം വന്നത് നാരദ ഭക്തി സൂത്രങ്ങളാണ്. എന്താ, ചെറിയതല്ലേ? ചെറിയത് പറഞ്ഞാൽ നമ്മ എത്ര ചെറുതൊന്നുമല്ല. ഭക്തി എന്താന്ന് ഭക്തിയുടെ ആചാര്യൻ നിന്ന്, എങ്ങനെയുള്ള ആചാര്യനാണ് ഭക്തിയുടെ ആചാര്യൻ? ഇതര പുസ്തകങ്ങളെ പഠിച്ച് അതിൽ നിന്നുണ്ടാക്കി എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ സ്വാനുഭവത്തെ പുസ്തകമാക്കിയതാണ്. അതൊരു പ്രത്യേകത, നാരദീയ ഭക്തിസൂത്രങ്ങളുടെ പ്രത്യേകത. ആ പരമപ്രേമരൂപമായിരിക്കുന്ന ഭക്തിയിൽ നിന്ന് വന്ന സ്വാഭാവികങ്ങളായ വാക്കുകൾ ഒരു ഗ്രന്ഥമാക്കി തീർത്തു. അതുകൊണ്ട് ഇവിടെ പറയുന്ന അനുഭവത്തിൽ അവസാനിക്കുന്ന ആ ശാസ്ത്രം അത് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ അദ്ദേഹത്തെ കാണണം, ആചാര്യനെ സ്മരിക്കണം. ആരാണ് ഭക്തിയുടെ ആചാര്യൻ? പേരെന്താ? നാരദര്. നാരദം വഴി ഉണ്ടാവും. നാരം ദദാതി ഇതി നാരദൻ. നാരം ആത്മജ്ഞാനം, നാരം നരന്മാരുടെ കൂട്ടം, നാരം കാരണജലം. ഇതൊക്കെ നാരം എന്നുള്ള ശബ്ദത്തിനർത്ഥം വരും. അപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിന് അറിവ് പകർന്നു കൊടുക്കുന്ന ആള് നാരദൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ്. നാരം അധികം അയനം. അയനം എന്ന് പറഞ്ഞാൽ ഗതി അഥവാ ഇരിപ്പിടം എന്നർത്ഥം. നാരം എന്ന് പറഞ്ഞത് തന്നെ. അപ്പോ നരന്മാർക്ക് മുഴുവൻ ഏകഗതിയായവൻ നാരായണൻ. കാരണജലത്തിൽ അനന്തശായിയായിരിക്കുന്നവൻ നാരായണൻ. ആത്മജ്ഞാനത്തിലേക്ക് ഗതി നൽകുന്നവൻ നാരായണൻ. ഇങ്ങനെ നാരായണ ശബ്ദത്തിന് അർത്ഥം പറയാം. നരനിൽ ഇരിക്കുന്നവെന്നും പറയാം. ഇവിടെ പറയുന്നത് ഏതാണ്? ദദാതി, വിതരണം ചെയ്യുന്നവൻ, നൽകുന്നവൻ. ഏത്? ആത്മജ്ഞാനം വിതരണം ചെയ്യുന്നവൻ. അറിവ് ഈ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തനാവുന്നുള്ളൂ. അതിൽ നിന്ന് ജന്യമായ വിവേകത്തിൽ നിന്നും എന്ന് പറഞ്ഞു. ആ ആത്മജ്ഞാനത്തെ വിതരണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് അയാൾ നാരദൻ. അപ്പൊ ആരാണ് അയാള്? ആത്മജ്ഞാനി, ഗുരുനാഥൻ. ഏഷണകളെ ഇല്ലാതാക്കുന്ന ആളാണ്. ഏഷണ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 3 ഏഷണകൾ. ഏതൊക്കെയാ? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ എന്നുള്ളതിൽ അന്തർഭവിച്ചു ദാരേഷണ. കാരണം പുത്രാർത്ഥമാണ് വിവാഹം എന്നുള്ളത് കൊണ്ട്. കാമാർത്ഥമല്ല, പുത്രാർത്ഥമാണ് വിവാഹം എന്നുള്ളത് കൊണ്ട് അവിടെ ഒരേഷണ ഏതായി? അതൊക്കെ അതിൽ അന്തർഭവിച്ചു. വിത്തേഷണ എന്നുള്ളത് കൊണ്ട് കേവലം പണം എന്ന് മാത്രമല്ല, എല്ലാവിധ സമ്പത്തും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചുവോ അതൊക്കെ. ലോകേഷണ എന്നുള്ളത് കൊണ്ട് ലോകത്തിനെ നന്നാക്കി കളയാം എന്നുള്ള ഏഷണ. അല്ലെങ്കിൽ ഞാൻ ലോകത്തിൽ വലിയവനാണ്, ഞാൻ എന്നെ അറിയില്ലേ, ഞാൻ ഇന്ന ആളാണ്, ഇത്. അല്ലെങ്കിൽ ലോകത്തിനോടുള്ള ഒരു കണക്ഷൻ. ഏത്? ലോകത്തിലിറങ്ങി ലോകത്തിന്റെ ഇടയിലൂടെ ഇതുകൊണ്ടൊരു സുഖം, ഒരു ആനന്ദം, അങ്ങനെ ഉണ്ടാവും. എന്തോ വേണമെങ്കിലും പറയാം. ലോകവുമായിട്ടുള്ള ബന്ധം, കുറെ ആളുകളായിട്ട് പരിചയപ്പെടുക, ഈ ഏഷണകളൊക്കെ ഇതൊക്കെ ഉണ്ടാവാം. എങ്ങനെ? ചക്ക മുറിക്കുന്നതിന് മുമ്പ് വിളഞ്ഞ് കൈ പറ്റാതിരിക്കാൻ എണ്ണ തേക്കുന്നത് പോലെ, ചക്ക മുറിച്ചിട്ട് വിളഞ്ഞ് കളയാൻ പരിശ്രമിക്കുന്നതിലേറെ മുറിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടുന്നതാണ്. അതുകൊണ്ട് നാരദീയ ഭക്തിസൂത്രങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ഭക്തി സീസണൽ ഭക്തി ആവാതാവും. കാലദേശ വ്യക്തി പരിമിതിയിൽ ഒതുങ്ങുന്ന ഭക്തിയിൽ നിന്ന് എത്രയോ ഉയരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ചിലർ പറയാണ്ട് ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത 12-ാം അധ്യായം വായിച്ചോളൂ എന്നൊക്കെ പറയും. അത് വായിച്ചാലും ഇങ്ങനെ തന്നെയല്ലേ? പ്രാഥമിക തലത്തിലുള്ള ഭക്തിയാണ്. പ്രാഥമിക തലത്തിൽ ഈ അർത്ഥാർത്ഥി ഒന്നും അല്ലല്ലോ അവിടെ ഉള്ളത്. പക്ഷെ എന്നാലും പറയും ഭക്തിയോഗം എന്ന് കാണുമ്പോഴേക്ക് വിചാരിക്കുന്നത് ഇത് തിരക്കടില്ല, ഇത് നമ്മളെ കുറിച്ചാണ്. ആ ഭക്തിയും ഇന്ന് നടക്കാടുന്ന ഭക്തിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യസാധ്യവും ഒന്നും ഇല്ല. മറിച്ച് എന്താണ് ഭക്തി? അവിടെ ആ ഭക്തിയെക്കുറിച്ച് ഉള്ള നിർവചനത്തെ ഓരോരോ സൂത്ര രൂപത്തിൽ വർണ്ണിക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അത് നോക്കാം അല്ലേ? അല്ലെങ്കിൽ ഭക്തി, ഭക്തൻ ആരാണ്? ഭക്തൻ എന്ന് മനസ്സിലാവും. ഞാനൊരു ഭക്തനാണോ? ഭക്തനെ സംബന്ധിച്ച് വേണ്ടതെല്ലാം കിട്ടുകയല്ല, പിന്നെന്താണ്? കിട്ടുന്നതൊക്കെ വേണ്ടതാവും. ചിലതൊക്കെ കിട്ടാൻ വേണ്ടി നാരദ ഭക്തി സൂത്രം പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കിട്ടുന്നതൊക്കെ വേണ്ടതാവാൻ ഭക്തനാവാം. ആ ഒരു തലത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോവാണ് ഭക്തിയുടെ ആചാര്യൻ. നാരദീയ ഭക്തി സൂത്രങ്ങൾ മാത്രമല്ല, നാരദ പരിവ്രാജകോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ഭക്തിശാസ്ത്രം മാത്രമല്ല, നാരദരുടെ പേരിൽ ഒരു ഉപനിഷത്ത് തന്നെ ഉണ്ട്, നാരദ പരിവ്രാജകോപനിഷത്ത്. ശരി, അപ്പൊ തൽക്കാലം നമുക്ക് പ്രസ്വരിക്കാം അല്ലേ? ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.